സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ആളുകളെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് അഭയാർത്ഥി ക്യാമ്പ്, റെഫ്യൂജി ക്യാമ്പ് പോലെ കൊണ്ടിട്ട് അവർക്ക് പേര് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെയാണ്, നിങ്ങളുടെ രാജ്യം ഇതാണ്, വെളിയിൽ വരാൻ പാടില്ല, പൊതുവഴിയിൽ വരാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നത് നമ്മുടെ രാജ്യത്താണോ ഇതെല്ലാം നടന്നത്. എന്നിട്ടും നമ്മൾ ശാന്തമായി ഇപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം സംവാദങ്ങളും വിവാദങ്ങളും പ്രസംഗങ്ങളും ലേഖനങ്ങളും ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇനി ആരെങ്കിലുണ്ടെങ്കിൽ ഇത് പാർട്ടിയുടെ അഭിപ്രായം നമ്മൾ എഴുതിക്കളയരുത്. എൻ്റെ വ്യക്തിപരമായ ഇവിടെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാളാണ്. എന്ത് മാറ്റം ഉണ്ടായെന്ന ആളുകൾ കൂവി വിളിക്കുന്നത്. ഇവിടെ അംബേദ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചാൽ ഇതുപോലൊരു ദുരന്ത കഥാപാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എത്രയോ ഉന്നതമായ, ജവഹർലാൽ നെഹ്റുവിനേക്കാൾ ഉന്നതമായ വിദ്യാഭ്യാസമാണ് നേടിയത്. അത്ഭുതകരമായ ഒരു ബുദ്ധിമാനായിരുന്നു. രാജ്യത്തെ മുഴുവൻ ഒന്നിച്ച് കാണാൻ കഴിയുന്ന ഒരാളായിരുന്നു. ലോകത്തെ മുഴുവൻ കോൺസ്റ്റിറ്റ്യൂഷനും പഠിച്ചതിന് ശേഷമാണ് അംബേദ്കർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊടുത്തത്. അതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് 5-6 അന്യജാതിക്കാരെന്ന് പറഞ്ഞ പാവപ്പെട്ട ജാതിക്കാരിപ്പോൾ നിയമസഭയിലും പാർലമെൻറ്റിലും നോക്കുകുത്തികളായിട്ടുണ്ട്. അത് ജോയിമറ്റിലൂടെ ചോദിച്ചാൽ സീറ്റിലെ അവരാരെങ്കിലും മത്സരിപ്പിക്കോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, എൻ്റെ പാർട്ടി അടക്കാം, മത്സരിപ്പിക്കോ? ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജനറൽ സീറ്റിൽ ഒരു ഹരിജൻ, ഒരു പട്ടികജാതി, ഒരു പുലയൻ, ഒരു പറയൻ മത്സരിക്കുകയാണ്. എവിടെ മത്സരിക്കും? ജനറൽ സീറ്റിൽ. എന്ത് കാര്യം അവനാണെന്ന് ചോദിക്കും. അവനോട് മത്സരിക്കാത്ത കാര്യം? അവൻ്റെ സീറ്റ് വേറെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ വെളിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്തുകാരണ്ട. ഈ കോളനി എന്ന് പറയുന്നത് സമൂഹത്തിൽ വെളിയിൽ കൊടുക്കുന്നതാണ്, കളരി കൊടുക്കുന്നതല്ല. കളരിയിൽ നമുക്കെല്ലാം കയറി ഉണ്ണാം. പക്ഷെ നമ്മൾ ഉണ്ടിട്ട് ഇല അറിയുന്ന സ്ഥലത്ത് കുറച്ച് ആളുകളിപ്പുണ്ട്. അവരാണ് ഈ കോളനിക്കാർ. ഇന്ന് അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കാണുമ്പോഴും അത് മാറ്റമുണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു വലിയ വിവാദം നടക്കുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി അതിന് യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ജാതി സെൻസസ് നടത്തണം. ഞാൻ അതിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. ജാതി സെൻസസ് എടുത്താൽ അറിയാം എന്താണ് ഇന്ത്യയുടെ സ്ഥിതി എന്ന്. പണ്ടിതുപോലെ മുസ്ലിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പാർലമെൻറ്റിൽ ഒരുപാട് വെള്ളം ഉണ്ടാക്കിയപ്പോഴാണ് ഒരു കമ്മീഷൻ വന്നു. ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പുറത്തു വന്നില്ല, പക്ഷേ കുറേശ്ശെ അത് വെളിയിൽ വന്നു. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ അവർ പറയുന്നത് ഇന്ത്യയിലെ ഷെഡ്യൂൾ കാസ്റ്റിനേക്കാൾ ഗതികേടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അവരുടെ ജോലിയിൽ, ജുഡീഷ്യറിയിൽ, ഗവൺമെൻറ് സംവിധാനങ്ങളിൽ, മന്ത്രിമാരിൽ, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എല്ലാ കണക്കുകളും പരിശോധിച്ചു. അതിനെ സംബന്ധിച്ച് ഗൗരവമായ ഒരു ചർച്ച ഇന്ത്യയിൽ ഒരിടത്തും പിന്നെ നടന്നില്ല. ഇന്ത്യയുടെ ഈ പൊതുസ്ഥിതിയുടെ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം ഞാൻ ഈ ബുക്ക് എഴുതിയ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല, കാസ്റ്റ് പോളിറ്റിക്സ് ആണ് ഇന്ത്യയിലെ ഇന്നത്തെ ശാപം. കാസ്റ്റ് വളരെ പവർഫുള്ളാണ്. നിങ്ങൾ 4 ഇലക്ഷൻ എന്നവരാണ് ഞാൻ, ഈ പാവപ്പെട്ട ഞാൻ. അവസാനം ഈ പാർലമെന്റ് ഇലക്ഷൻ ഞാൻ നിന്ന് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്തവണ എൻ്റെ പാർട്ടിക്കാരൻ ഇപ്പം മനസ്സിലായില്ല. എന്താ ഇവിടുത്തെ തിരുവനന്തപുരത്തെ പ്രബുദ്ധമായ ജനങ്ങൾ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ജയിപ്പിക്കുന്നു.
അതല്ലേ ഇവിടെ നടന്നത്. എന്ത് എത്തിക്സാണ് ഉള്ളത്? ആളുകൾ വോട്ട് കൊടുത്ത് ജയിച്ച ആളിന് എന്ത് എത്തിക്സാണ് ഉള്ളത്? എന്ത് മോറൽസാണ് ഉള്ളത്? അപ്പൊ ഇപ്പൊ രാഷ്ട്രീയത്തിൽ മോറൽസായിട്ട് എത്തിക്സ് ഒന്നും ആവശ്യമില്ല. യു ട്രൈ ടു ഏൺ മണി, യു ക്യാൻ ക്യാപ്ചർ ഈവൻ CM post or MP post. So money is very